ഇപ്പൊ മരുമകനും അമ്മായിയപ്പനും ഒറ്റക്കെട്ട്. ഇതാ ആണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും കാല് മാറും. ഇന്ന് രാത്രി നമ്മള് പട്ടിണി. അപ്പൊ ഇന്ന് ഫുഡ് പുറത്തുനിന്ന്. കറക്റ്റ് സമയത്തിന് എനിക്ക് സിക്സർ അടിക്കാൻ മുട്ടിയതാ കുഴപ്പമില്ല. ആ ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കഴിച്ച വെറുതെ. അല്ല ഫുഡ് കഴിക്കണ്ടേ? പിണക്ക സമരം തീരേണ്ട സമയമായല്ലോ. ഇതെന്നാ പറ്റി? അവര് വിഷമിക്കുന്നുണ്ടാവും. ഇത്തിരി വിഷമിക്കട്ടെ. യാതൊരു വിഷമങ്ങളും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ പ്രശ്നം. ബാക്കിയുള്ളവർക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ആദ്യയുടെ കാര്യം ആലോചിക്കണ്ടേ ചേച്ചി? എന്നോടിപ്പോ അവന് പഴയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. അത് ചേച്ചിയുടെ വെറും തോന്നലാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഡാഡിയെ ഒരു ഹീറോ ആയി കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഹീറോ നിനക്ക് മനസ്സിലാവില്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തേ പറ്റൂന്ന് വരുമ്പോ ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ തന്നെ വന്നോളൂ. അപ്പൊ സമരം നീളും എന്ന് സാരം. ഓക്കെ വാ, ഫുഡ് കഴിക്കണ്ടേ? എടുത്തു വെച്ചിണ്ടാവും. ഇപ്പൊ വേണ്ടടി, കുറച്ച് കഴിയട്ടെ. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ. ഇത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാ. ബർഗർ കിട്ടിയില്ല കേട്ടോ. മാധവട്ടൻ അങ്ങനെ വീട്ടിൽ നിന്ന് ചാടി? മകനില്ലായിരുന്നേ, മരുമകളെ സോപ്പിട്ടു. ജംഗ്ഷൻ വരെ പോയി വരാ പറഞ്ഞ് ചാടിയതാ. അവനുണ്ടേ പണിയാ. രണ്ടെണ്ണം കീറിയല്ലേ? രണ്ടല്ല 3. ഭയങ്കര പാഴ്സല് കിട്ടാൻ അല്പം വൈകി. ബോറടിച്ചപ്പോ അടുത്ത ബാറിൽ കയറി പടപടാന്ന് 3 എണ്ണം കണ്ട് വീശി. സാധനം ഇരിപ്പുണ്ട്, ഊത്തട്ടെ. ആ സാധനം തീർന്നു. ഏത് സാധനം? ഷെൽഫിന്റെ പുറകിൽ ഇരുന്ന ആ കുപ്പി. ആര് തീർത്തു? ഞാൻ വാഷ് ബേസിനിൽ ഒഴിച്ചു. ഓ, നിന്റെ മമ്മി ആയിരുന്നല്ലോടാ ഭേദം. നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞടോ. ഇപ്പൊ മക്കളുടെ ടൈമല്ലേ. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. അവൻ വന്ന് മണം പിടിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങണം. രണ്ടെണ്ണം അടിച്ചെന്ന് വെച്ചാൽ മകൻ മാധവട്ടനെ പിടിച്ച് ഇടിക്കുവോ? ഇപ്പോഴത്തെ കാലമല്ലേ, പറയാൻ പറ്റില്ല. ഇത്തിരി വയസ്സായി കഴിഞ്ഞാ മക്കള് പറയുന്ന കേട്ട് നല്ല കുട്ടിയായിരിക്കണ ബുദ്ധി. പോ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? അത് തന്നെയല്ലേ ഞാനും അങ്ങോട്ട് ചോദിച്ച. സകല വിലയും കളഞ്ഞു വിളിച്ചിട്ട് കുഞ്ഞളിയാ. നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തരുത്. എത്ര സാഹസ്യമായിട്ടാണെന്നോ ഞാൻ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. ആ DYSP വർഗീസിന്റെ മണ്ടത്തരം കാരണമാ പണി മുഴുവൻ പാളിയത്. എന്നിട്ട് പണി മുഴുവൻ എന്റെ തലയിൽ. ഈ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. പക്ഷെ നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തിയ ഈ ഡാഡി തകർന്നു പോകും. പോട്ടെ പോട്ടെ, ഡാമേജ് ആയ ഇമേജ് തിരിച്ചു പിടിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചോളൂ. ആ, അതിന് കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. പിന്നെ കർത്താവിന് അതല്ലേ പണി. പിന്നെ കർത്താവിന് എന്താ പണി? വഴി നമ്മളായിട്ട് തന്നെ കണ്ടുപിടിക്കണം. കർത്താവ് ബാക്കി പണി ചെയ്തോളൂ. ഇപ്പൊ തന്ന പണി തന്നെ ധാരാളം. ഇനിയും കർത്താവ് പണി തരുമോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അതാണിപ്പോ എന്റെ ഏറ്റവും വലിയ ഭയം. അപ്പോ നമ്മൾ തീരുമാനിക്കുന്നു. എന്ത്? പോയ ഗ്ലാമർ എന്ത് വില കൊടുത്തും നമ്മൾ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ ആന്റിന്റെ മകനാരി സ്കൂളിൽ പോകും. ഇത് സത്യം സത്യം സത്യം. ചേട്ടാ ഭയങ്കര. പറ, സംഗതി നടക്കൂ? നീ പേടിക്കണ്ട. പോയ ക്രെഡിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കും. അല്ല, ഡാഡി കഴിക്കുന്നില്ലേ? പോയി മമ്മിയെ വിളിച്ചിട്ട് വന്നാലോ? ആണല്ലോ, കുറച്ച് വാശി വേണം. പാവല്ലേടാ. നല്ല പാവാ. വൈകുന്നേരം എന്തായിരുന്നു ഗമ? പിണങ്ങി പോയിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കി പത്രം കഴിക്കിട്ട് പോയിക്കൂടെ? ശരിയാ,
തുണിയിലേക്ക് വീടും വൃത്തിയാക്കിട്ടെങ്കിലും പോകായിരുന്നു. ആ ഇതൊക്കെ ഇനി ആര് ചെയ്യണം? ആരെയാ? ഡാഡി അല്ലാണ്ട് ആരാ? ഏ? ആ അതാ പറഞ്ഞത്, ഇത്രയും വലിയ പണി തന്ന വൈഫിനെ തിരിച്ചു വിളിക്കാൻ ഡാഡിക്ക് നാണമില്ലേന്ന്. ഇല്ല, ഏ? ഉണ്ട്. അപ്പോ എന്തോ? ആൻഡ് അപ്പോ എന്തെന്തോ? നമ്മളിപ്പോ ഫുൾ ഫ്രീ അല്ലേ? പിന്നെ അതുകൊണ്ട് ഈ ഫ്രീഡം ഒന്ന് ആടിച്ചു പൊളിക്കണ്ടേ? പൊളിച്ചടുക്കടാ. என்ன பார்த்து தமிழ்நாட்டுல இந்த கேள்வியை கேட்கிற மொத ஆள் நீ தாண்டா. உன்னை தனியா கவனிச்சுக்கிறேன். ஏன் பேர் தெரியாம அடி வாங்க மாட்டியா? എന്താ ഡാഡി അവിടെ? നോക്കട്ടെ. ഡാഡി എന്നൊന്ന് എടുത്തേ. ഡാഡി ശ്രീകാന്ത് ആണത്, ക്രിക്കറ്റ് പ്ലെയർ ശ്രീകാന്ത്. ഹേ ശ്രീകാന്ത്, വാ പോവാം. പോടാ. എന്തൊരു ജാടയാ ചെറുക്കന്. ശരിയാ, ഒന്ന് നമ്മളെ നോക്കി ചിരിക്കുവല്ലും ചെയ്തില്ല. ഡാഡി അങ്ങനെ വിട്ടാ പറ്റില്ല. വാ വണ്ടി എടുക്ക. എന്തിനാടാ? ആ വണ്ടി എടുക്ക്, പറയാം. അവനെ പിടിക്കണം. യെസ്. എന്തിനാടാ? വണ്ടി എടുത്ത് പറയാം. എന്താടാ? വണ്ടി എടുക്കാടി. ശ്രീകാന്തിനെ ആരോ ബ്ലോക്ക് ചെയ്തു, എന്തൊരു പ്രോബ്ലം ഉണ്ട്. നിനക്ക് വട്ടാ? അല്ല, സീരിയസാ. ഡാഡി ഡാഡി തിരിക്കി ഡാഡി. അത് വേണോ? അവനായി അവന്റെ പാടായി. നമുക്ക് പോവാം. പ്ലീസ് ഡാഡി, പ്ലീസ് പ്ലീസ്. നീ ഒന്ന് അടങ്ങ്. ആ